എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. താൽക്കാലികമല്ല, റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.kerala.ac.in/fyugp 2024/index.php എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത്, അതായത് ഏതൊക്കെ കോളേജിൻ്റെ ലിസ്റ്റിലാണ് നിങ്ങൾ ഉള്ളത്, ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ 28-ാം തീയതി, അതായത് ജൂൺ 28-ാം തീയതി നേരിട്ട് എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജുകൾ അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനെയോ പ്രതിനിധിയോ മറ്റൊരു കോളേജിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കോളേജിൽ നിങ്ങൾ നേരിട്ട് പോകണം, അതുപോലെ തന്നെ ഒരു കോളേജിൽ നിങ്ങളുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് പകരമായിട്ട് പോകുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനോ നിങ്ങൾക്ക് അയക്കാം. അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും നൽകണം. അതായത് നിങ്ങളുടെ സാക്ഷ്യപത്രം കൂടി നിങ്ങളുടെ രക്ഷിതാവിനോടൊപ്പം, അതായത് രക്ഷിതാവിന് നൽകുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി നൽകേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പാലിക്കേണ്ടതാണ്. കാരണം ഈ ഒരു കോളേജിൽ നേരിട്ട് പോയിട്ടാണ് ഈ ഒരു അഡ്മിഷൻ നേടേണ്ടത്. സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജിൽ ഹാജരാവേണ്ട തീയതി ജൂൺ 28-ന് 12 മണിക്കകം. നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്: കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട എന്ന ടാബ് ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിൽ, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അതായത് സ്പോർട്സ് കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജൂൺ 28-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും സഹിതം കോളേജിൽ ഹാജരാവേണ്ടതാണ്. പ്രൊഫൈലിൽ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ പ്രവേശനം നേടാൻ സാധിക്കുള്ളൂ. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ ദിവസം തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. ആയതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ്. രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, വിദ്യാർത്ഥി ഒപ്പിട്ട സാക്ഷ്യപത്രം, അതായത് ഓതറൈസേഷൻ ലെറ്റർ എന്നിവ ഹാജരാക്കേണ്ടതാണ്. രാവിലെ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥിയോ പ്രതിനിധിയോ കോളേജിൽ ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥിക്ക് ലഭിച്ച റാങ്ക് അനുസരിച്ചാണ് കൗൺസിലിംഗ്. അതിനാൽ തന്നെ റാങ്ക് വിളിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയോ പ്രതിനിധിയോ ഹാജരാവാത്ത പക്ഷം റാങ്ക് ലിസ്റ്റിലെ അടുത്ത ആളെ പരിഗണിക്കുന്നതായിരിക്കും. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പിന്നീട് ആ ഒരു സീറ്റ് അവകാശപ്പെടാൻ സാധിക്കില്ല. അഡ്മിഷന് ഹാജരാകുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കണം. പ്രതിനിധി ഹാജരാകുന്ന കോളേജിൽ ആണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ പ്രിൻസിപ്പൽ അനുവദിക്കുന്ന ആ ഒരു സമയത്തിനകം വിദ്യാർത്ഥികൾ നേരിട്ടെത്തി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവർ പ്രസ്തുത അഡ്മിറ്റ് മെമ്മോ ഹാജരാക്കണം. അങ്ങനെയുള്ളവർ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും TCയും മറ്റ് സർട്ടിഫിക്കറ്റുകളും വാങ്ങി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ സീറ്റ് ഒഴിവുള്ളതായിട്ട് പരിഗണിക്കുകയും അടുത്ത ഘട്ടത്തിലെ കൗൺസിലിംഗിൽ നികത്തുന്നതുമാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത സീറ്റിലേക്ക് പിന്നീട് യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതായിരിക്കില്ല. വിദ്യാർത്ഥികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് വെരിഫിക്കേഷൻ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതത് കോളേജുകളിൽ പരിശോധിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ അഡ്മിഷൻ നിരസിക്കുന്നതാണ്. പ്രൊഫൈലിൽ ചേർത്തിട്ടില്ലാതെ യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ആയതിലേക്കുള്ള ലിങ്ക് കോളേജിൽ നിന്നും ആക്റ്റീവ് ആക്കിയിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ